അമേരിക്കയും സിൽബന്തി രാഷ്ട്രങ്ങളായ ബ്രിട്ടനും മുസ്ലിങ്ങളുടെ ചാരവൂറ്റിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് നാളേറെയായി. പാലസ്തീനിലും ഇറാഖിലും സാമ്രാജ്യങ്ങളുടെ കാപാലികന്മാർ കാട്ടിക്കൂട്ടിയ അധിനിവേശത്തിന്റെ ആഘാതങ്ങൾ മനുഷ്യത്വമുള്ള ആരെയും രക്ഷിപ്പിക്കുന്ന തരത്തിലായിരുന്നു. ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ രാജാക്കന്മാർ ഒളിഞ്ഞും തനിഞ്ഞും പതിഞ്ഞും പരിഞ്ഞും മാൻപാലകൾക്ക് മേച്ചാറി വീട് ചാര ഊറ്റി കുടിക്കുന്ന സമീപനമാണ് ഇന്ന് ഇസ്രായേൽ എന്ന ജ്യോതിരാഷ്ട്രം മുസ്ലിങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റബീഉൽ അവ്വൽ മാസം പിറക്കുന്നതിന് മുമ്പേ നസേൽ പിഞ്ച് കിടാങ്ങൾ ക്രിക്കറ്റ് കളിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടിലേക്ക് ബോംബെറിഞ്ഞു. 10ഓളം കുട്ടികൾ നിഷ്ഠൂരമായി വധിക്കപ്പെട്ടു. ഈ കുട്ടികളുടെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും ബോംബെറിഞ്ഞു. ഈ കൊടും ക്രൂരതയ്ക്ക് ചരിത്രം അവർക്ക് മാപ്പ് നൽകുമോ? ലോകത്തെ ഏത് കോടതിയാണ് ഈ ക്രൂരതയെ ന്യായീകരിക്കാനാവുക? ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് എന്ത് ന്യായമാണ് അവർക്ക് പറയാനാവുക? ഇവിടെയാണ് പ്രവാചകന്റെ പരിശുദ്ധമായ ജീവിത ദർശനം ലോകം വായിക്കേണ്ടത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ